മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ PFI ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ കൊലപ്പെടുത്തിയ കേസ് ഇന്ന് വീണ്ടും കോടതിയിലെത്തുകയാണ്. പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം പരിഗണിക്കും. കേസിൽ 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധി പറയണമെന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, അതായത് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഇത് സംബന്ധിച്ച് കോടതിക്ക് നിർദ്ദേശം നൽകിയത്. അതായത് സമയബന്ധിതമായി വിചാരണ നടത്തി ഈ നടപടികൾ പൂർത്തിയാക്കണമെന്നുള്ളത്. അതിന് പിന്നാലെയാണ് മറ്റൊരു നീക്കം കൂടി വരുന്നത്. എന്താണ് ഇന്ന് കോടതിയിൽ സംഭവിക്കുക? രാഖി, മഹാരാജാസ് കോളേജിലെ SFI നേതാവ് അഭിമന്യുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസ് ഇന്ന് വീണ്ടും കോടതിക്ക് മുന്നിലെത്തുകയാണ്. പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ പ്രധാന ആവശ്യം. ഇത് കോടതി പരിഗണിക്കുന്നുണ്ട്. കേസിൽ 4 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കി വിധി പറയണമെന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കോടതി പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വിചാരണ പൂർത്തിയാക്കി വിധി പറയാനുള്ള നടപടികളുമായി പ്രോസിക്യൂഷൻ മുന്നോട്ട് പോവുകയാണ്. 2018 ജൂലൈ 2-നാണ് മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ PFI ക്യാമ്പസ് ഫ്രണ്ട് ഭീകരർ ക്രൂരമായി കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകം നടന്ന 8 വർഷത്തിന് ശേഷമാണ് കേസിന്റെ വിചാരണ നടപടികളൊക്കെ ആരംഭിച്ചത്. ഈ പ്രതികൾക്കെതിരെ IPC സെക്ഷൻ 323 കൂടി ചുമത്തണമെന്നതാണ് ആവശ്യം. പ്രോസിക്യൂഷന്റെ ആവശ്യം മനഃപൂർവ്വം ഉപദ്രവിക്കൽ, പരിക്കേൽപ്പിക്കൽ എന്നീ കുറ്റങ്ങളാണിത്. പ്രധാന പ്രോസിക്യൂഷൻ സാക്ഷികൾ എന്ന് പറയുന്നത് ആ സമയത്ത് അഭിമന്യുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഭിമന്യുവിൻ്റെ കൂട്ടുകാരടക്കമുള്ള ആളുകളാണ്. ഈ സുഹൃത്തുക്കളെയും കുറ്റകൃത്യം നടക്കുന്ന സമയം പ്രതികൾ നേരിട്ട് ആക്രമിച്ചിരുന്നു. ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത 16 പേരാണ് കേസിലെ പ്രതികൾ. അതായത് കൃത്യത്തിൽ ആ സമയത്ത് ആ കോളേജിൽ ഉണ്ടായിരുന്ന 16 പേരാണ് ഇതിലെ പ്രതികൾ. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെ കണ്ടെത്താനുള്ള അന്വേഷണം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല. പക്ഷേ ഇത് ഈ കാര്യം പറഞ്ഞുകൊണ്ട് വിചാരണ വെച്ച് താമസിപ്പിക്കാൻ കഴിയില്ല എന്നും കോടതി പറഞ്ഞിരുന്നു. എന്തായാലും ഈ അനുബന്ധ കുറ്റപത്രം കൂടി സമർപ്പിക്കുന്നതോടെ കേസിൽ ആകെ 26 പ്രതികളുണ്ടാകും. തെളിവ് നശിപ്പിച്ചവരും പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ചവരും ഒക്കെ തന്നെ ഈ കൂട്ടത്തിലുണ്ടാകും. ഈ ഗൂഢാലോചകരിലേക്കൊക്കെ അന്വേഷണം എത്തിയിട്ടില്ല എന്നത് വിചാരണ പൂർത്തിയാക്കാൻ ഒരു തടസ്സമാവില്ല എന്നും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ വീണ്ടും കേസ് കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെന്ന കാര്യമായിരിക്കും പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ ആവശ്യപ്പെടുക. രാഖി, ദിലീപാണ് വിവരങ്ങൾ നൽകി.